ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ നെറ്റ് ഹൺഡ്രഡ് വീഡിയോയുടെ സെക്കൻഡ് പാർട്ടും അതേപോലെ തന്നെ പലർക്കും കിക്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരുപാട് എറേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഫിക്സ് ചെയ്യാം, അതെങ്ങനെ സോൾവ് ചെയ്ത് നമുക്ക് സെറ്റാക്കാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ ഒരു ടെർമിനലിൽ ആയിരുന്നു സ്റ്റോപ്പ് ചെയ്തത്. നമുക്ക് കാലി ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് കമാൻഡ് കൊടുത്ത് നോക്കാം. നമുക്ക് കാലിയുടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. പാസ്വേഡ് ഡിഫോൾട്ടായിട്ട് കാലിയിൽ നിന്ന് തന്നെയാണ്, അത് കൊടുക്കുക. നമുക്ക് കാണാം ഈ ഒരു അപ്ഡേറ്റ് പ്രോസസ്സ് 0% സ്റ്റക്കായി നിൽക്കുന്നത് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതെങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ നോക്കാം. ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് നാനോ ഉപയോഗിച്ചിട്ട് etc resolve.config എന്ന് പറഞ്ഞിട്ട് ഫയൽ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം ആ ഫയൽ. ഓക്കെ, ഈ ഫയലിനകത്ത് നമുക്ക് ഏറ്റവും താഴെ നോക്കിയാൽ കാണാൻ കഴിയും, നമുക്ക് നെയിം സെർവറും ഒരു താഴെ ഒരു സെർച്ച് എന്ന് പറഞ്ഞ ലൈനും കാണാം. അപ്പോൾ അത് രണ്ടും കമൻറ്റ് ഔട്ട് ചെയ്ത് ഹാഷ് ഉപയോഗിച്ച് കമൻറ്റ് ഔട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ താഴെ നെയിം സെർവർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് അവിടെ ഗൂഗിളിൻ്റെ DNS സെർവറായ 8.8.8.8 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ Ctrl+X ഉപയോഗിച്ചിട്ടത് സേവ് ചെയ്യാം. Y കൊടുത്താൽ അത് സേവ് ആവും. എന്നിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ഫയൽ സേവ് ആയി. ഇനി വീണ്ടും അപ്ഡേറ്റ് കമാൻഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഈ ഒരു അപ്ഡേറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ കെക്സിന് പാസ്വേഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കെക്സ് passwd എന്ന് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഞാൻ ജസ്റ്റ് 1 2 3 4 5 6 എന്ന് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വീണ്ടും അതൊന്ന് കൺഫേം ചെയ്യാൻ ഒന്നുകൂടെ നമ്മൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വ്യൂ ഓൺലി പാസ്വേഡ് സെറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്, നോ അടിച്ചു. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ട നെറ്റ് ഹൺഡ്രഡ് കെക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാം. നെറ്റ് ഹൺഡ്രഡ് സ്റ്റോറിനകത്ത് ഇത് അവൈലബിൾ ആണ്. നമുക്ക് നെറ്റ് ഹൺഡ്രഡ് സ്റ്റോറിൻ്റെ വെബ്സൈറ്റിലോട്ട് പോവാം. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അവിടെ ആഡ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ്റെ കൺഫിഗറേഷൻ സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് പാസ്വേഡ് മാത്രം, നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡ് 1 2 6 ആയിരുന്നു. അപ്പോൾ 1 2 3 4 5 6 അവിടെ ടൈപ്പ് ചെയ്തു. ഇനി നമുക്കത് സേവ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കെക്സ് സെഷൻ റൺ ചെയ്യാനായിട്ട് കെക്സ് എന്ന് കമാൻഡ് കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കാണാം അത് റൺ ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ച് നെറ്റ് ഹൺഡ്രഡ് കെക്സിലോട്ട് വരാം. പക്ഷേ നമുക്കിവിടെ ഒരു ബ്ലാക്ക് സ്ക്രീൻ ആണ് കാണുന്നത്. ഡിസ്കണക്ട് ചെയ്ത് നമുക്ക് റീകണക്ട് ചെയ്ത് നോക്കാം. എന്നിട്ടും നമുക്ക് ബ്ലാക്ക് സ്ക്രീൻ തന്നെയാണ് കാണുന്നത്. ഒന്നുകൂടെ ഡിസ്കണക്ട് ചെയ്തു, പക്ഷേ ഇപ്പോഴും ആ ഒരു ബ്ലാക്ക് സ്ക്രീൻ കാണുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം ഒരു ബ്ലാക്ക് സ്ക്രീൻ വിത്ത് കഴ്സർ എറർ ആണ് വരുന്നത്. ഫൈനലി നമുക്ക് ഒരു കണക്ഷൻ ഫീൽഡ് എറർ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് കെക്സ് ഒന്നുകൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം കെക്സ് കമാൻഡ് കൊടുത്തിട്ട്. വീണ്ടും നമുക്ക് ബ്ലാങ്ക് സ്ക്രീൻ വിത്ത് കഴ്സർ കാണുന്നുണ്ട്. വീണ്ടും കണക്ഷൻ ഫെയിൽഡ് ആയിട്ടുണ്ട്. റീകണക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു എറർ മെസ്സേജ് ആയിരിക്കും പിന്നെയും കാണുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഫിക്സ് ചെയ്യാൻ നോക്കാം. ഫിക്സ് ചെയ്യാൻ മുമ്പ് നമുക്കിത് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വരുത്തിയതെന്ന് ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. കറൻ്റ്ലി ഈ ഒരു നെറ്റ് ഹൺഡ്രഡിലെ XFCE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിയുടെ ഡിസ്പ്ലേ എൻവയോൺമെൻ്റ് ആണ്. നമ്മുടെ കാലിയിലെ ഐക്കൺസും കാര്യങ്ങളും ഇല്ല ഗ്രാഫിക്കൽ സെക്ഷൻ ഒക്കെ മാനേജ് ചെയ്യുന്നൊരു ഡിസ്പ്ലേ എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു എൻവയോൺമെൻറ്റിൻ്റെ ഒരു തകരാറുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു എറേഴ്സ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XFCE മാറ്റി അവിടെ ഡിഫറൻറ്റ് ഡിസ്പ്ലേ എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. നോം, KD പ്ലാസ്മ, LXQT അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഡിസ്പ്ലേ എൻവയോൺമെൻറ്റ് നമുക്ക് കാലി സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് LXQT ആയിരിക്കും. കാരണം അത് XFCE പോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, അതേപോലെ സ്മൂത്തറാണ്. അധികം റിസോഴ്സ് ഒന്നും വേണ്ടാതെ അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന ഒരു ഡിസ്പ്ലേ എൻവയോൺമെൻ്റ് ആണ് LXQT. അപ്പോൾ അതിനായിട്ട് നമുക്ക് sudo apt install task LXQT desktop എന്ന കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു പ്രോസസ്സ് അത്യാവശ്യം ഡേറ്റയും ടൈമും കൺസ്യൂം ചെയ്യുന്ന പ്രോസസ്സാണ്. അറൗണ്ട് 400 MB, അതേപോലെ തന്നെ അറൗണ്ട് ഒരു 45 മിനിറ്റ്സുള്ള ടൈം ആവറേജ് ഒരു ഡിവൈസിൽ എടുക്കും ഇതിന്. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിസ്പ്ലേ മാനേജർ ഏത് വേണമെന്ന് ചോദിക്കുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ലൈറ്റ് DM ആദ്യം കിടക്കുന്നത് തന്നെ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. ഈ ഒരു പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ഈ ഇൻസ്റ്റലേഷനിലാണ്. ഇത് 44%-ലും അതേപോലെ 63%-ലും സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അത്
പ്രോപ്പർലി സെറ്റപ്പ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. അതാണ് അവിടെ അങ്ങനെ ഒരു ഡിലേ വരുന്നത്. അതുവരെ വെയിറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ ടൈം ഔട്ട് 15 സെക്കൻഡ്സ് അതോ 1 മിനിറ്റ് ഒക്കെയാണ് കിടക്കുന്നതെങ്കിൽ അത് കുറച്ച് കൂട്ടിയിടുന്നതായിരിക്കും നല്ലത്. 30 മിനിറ്റോ ഒരു നെവറിലോട്ട് ഇടുന്നതായിരിക്കും നല്ലത്. കാര്യം ഡിസ്പ്ലേ ഇടയ്ക്ക് വെച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു പ്രോസസ്സ് ബാക്ക്ഗ്രൗണ്ടിൽ പോസായി കിടക്കുകയോ അല്ലെങ്കിൽ കില്ലായി പോവുകയോ ചെയ്യും. അപ്പോൾ ആ രീതിയിൽ സെറ്റിംഗ്സ് ഇടാൻ മാക്സിമം നോക്കുക. ഓക്കെ, ഫൈനലി നമ്മുടെ ഇൻസ്റ്റലേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഡിഫോൾട്ടായിട്ട് XFC സ്റ്റാർട്ടിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് LXQT സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ടൊരു സ്ക്രിപ്റ്റ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു കമാൻഡിനെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ടെർമിനലിൽ വരിക. ടെർമിനലിൽ വന്നിട്ട് നമുക്ക് നാനോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഫയൽ അവിടെ ക്രിയേറ്റ് ചെയ്യണം. .vnc/x startup എന്നൊരു ഫയൽ നമുക്കവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് Ctrl+X അടിക്കുക. അപ്പോൾ സേവ് ചെയ്യണമെന്ന് ചോദിക്കും. Y കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം അതവിടെ സേവ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് എക്സിക്യൂട്ടീവ് പെർമിഷൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് chmod+x ആ ഫയലിലോട്ടുള്ള പാത്താണ് ഞാനിവിടെ കൊടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് x കമാൻഡ് കൊടുത്തിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. x മാനേജർ ആപ്പിൽ കയറി നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ കാലി മെഷീൻ ഇതാ പെർഫെക്റ്റ്ലി ബൂട്ടായി വന്നിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പ് മോഡിലും കാല് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മൈ കമ്പ്യൂട്ടർ എടുത്തു. ഓക്കെ, ഫയൽസും കാര്യമെല്ലാം കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ ടൂൾസ് എല്ലാം പ്രോപ്പർലി കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മുടെ കമ്പ്യൂട്ടർ വിൻഡോയുടെ ആയാലും ബാക്കിയുള്ള ആപ്ലിക്കേഷൻ്റെ ആയാലും നമുക്ക് മിനിമൈസ്, മാക്സിമൈസ് അതേപോലെ ക്ലോസ് ബട്ടൺ ഒന്നും നമുക്ക് ടാബിലായിട്ട് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അത് നമുക്ക് ശരിയാക്കാൻ വേണ്ടി ടെർമിനൽ ഓപ്പൺ ചെയ്യുക. നമുക്ക് ഇതിനായിട്ട് ഓപ്പൺ ബോക്സ് എന്ന് പറഞ്ഞൊരു പാക്കേജിൻ്റെ ആവശ്യം വരും. അതിനായിട്ട് sudo apt install ഓപ്പൺ ബോക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓപ്പൺ ബോക്സിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഓപ്പൺ ബോക്സിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് LXQT config session നമുക്ക് ഒരു കമാൻഡ് കൊടുക്കാം. അപ്പം ഇതിൽ നമുക്ക് X11 സെറ്റിങ്സ് കാണാം. X11 സെറ്റിങ്സിൽ കയറിയിട്ട് അവിടെ നമുക്ക് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് അവിടെ ഓപ്പൺ ബോക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് തിരിച്ച് ടെർമിനലിൽ പോയിട്ട് ഈ കെക്സിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ചേഞ്ച് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് കാണാം ഇത് കഴിഞ്ഞ പ്രാവശ്യം സക്സസ്ഫുൾ ആയിട്ട് കണക്ഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഫെയിൽഡ് കാണിച്ചതാണ്. പേടിക്കേണ്ട. ഓക്കെ, നമ്മൾ സെഷൻ ഇവിടെ റീഎസ്റ്റാബ്ലിഷ് ആയത് കാണാം. നമുക്ക് വീണ്ടും പ്രോപ്പർലി നമ്മുടെ ഡെസ്ക്ടോപ്പ് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് കമ്പ്യൂട്ടർ ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ കാണാം ഇപ്പം ക്ലോസ് അതേപോലെ മാക്സിമൈസ്, മിനിമൈസ് എല്ലാം പ്രോപ്പർലി സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ആ ഒരു വിൻഡോ മാക്സിമൈസ് ആയിട്ടുണ്ട്, ക്ലോസ് ആവുന്നുണ്ട്. അപ്പം എല്ലാം പ്രോപ്പർലി സെറ്റപ്പ് ആയിട്ടുണ്ട്. ടൂൾസും കാര്യങ്ങളും എല്ലാം XFCയിലെ പോലെ തന്നെ നമുക്കെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു ടൂളൊന്ന് റൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് മെറ്റാസ്പ്ലോയിഡ് ഫ്രെയിംവർക്ക് ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അതും എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. നമുക്ക് ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, നമ്മുടെ എല്ലാ എററും ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എറർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ സൈബർ സെക്യൂരിറ്റി വീഡിയോസിനായിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.